എന്നെ ബൈബിളിൽ ചിന്തിപ്പിച്ച ഒരു വാക്യം ഇതാണ്. യേശു പറഞ്ഞ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്യം, ഈ ആലയത്തെ നശിപ്പിക്കും, വെറും 3 ദിവസം കൊണ്ട് ഞാൻ വീണ്ടും പണിയും. എന്നെ വളരെ ഈ ഭാഗം ചിന്തിപ്പിച്ചു. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമുക്കിന്നുള്ളതെല്ലാം നഷ്ടപ്പെടും. ധനമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, എന്തും നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്കറിയാമെങ്കിൽ, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ഞാൻ പറയട്ടെ, ആൾക്കാർ നിങ്ങളെ തേജോവധം ചെയ്ത് കാണും, ആൾക്കാർ നിങ്ങളെ ഇനി ഇങ്ങനെയാണ് മുദ്ര കുത്തിക്കാണും, നീ ഒരിക്കലും ഗുണപ്പെടത്തില്ല, ടീച്ചർമാർ പറഞ്ഞാണ് നീ ഈ വർഷം പാസ്സാവുന്നത്, എന്തൊക്കെ ആൾക്കാർ പറഞ്ഞ് പൊളിച്ചാലും ശരി, ദൈവം നിന്റെ കൂടെയുണ്ട്. നീ വീണ്ടും ഉയരും, നീ വീണ്ടും പറക്കും. പണ്ട് ഒരു വ്യക്തി ഒരു ചായക്കട പണ്ട്, ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു, ഈ ചായക്കട മൊത്തം നശിപ്പിച്ചു. എന്നാൽ ഈ ചായക്കടയായിരുന്നു ഈ വ്യക്തിയുടെ മൊത്തം ആശ്രയം. ഈ കുടുംബം മൊത്തം ഈ ചായക്കടയുടെ വരുമാനം കൊണ്ടാണ് ജീവിച്ചത്. അടുത്ത ദിവസം എല്ലാവരും ഈ ചായക്കടക്കാരൻ എന്തായെന്നറിയാൻ അതിൻ്റെ മുന്നിൽ വന്നപ്പോൾ ചായക്കടക്കാരൻ ഈ പൊളിഞ്ഞ കടയുടെ മുന്നിലുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ്, എല്ലാം നഷ്ടപ്പെട്ടു, ഭാര്യയും 2 മക്കളും എൻ്റെ ദൈവവും ഒഴിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. അർത്ഥം, ഒന്ന് പൊളിഞ്ഞു, ഒന്ന് വീണു, ഒന്ന് തകർന്നു, ഒന്ന് താന്നു, ജോലി നഷ്ടപ്പെട്ടു, ശരിയാ, പക്ഷെ ഞാൻ വീണ്ടും വരുന്നുണ്ട്, ഇതിനേക്കാൾ ഭംഗിയായി പണിതുകൊണ്ട് വരുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ ബാഹ്യമായത് നഷ്ടപ്പെട്ടത്, പക്ഷെ എൻ്റെ ദൈവത്തെ എനിക്ക് നഷ്ടപ്പെട്ടില്ല. സോ ഇന്ന് നിങ്ങളുടെ ജീവിതം നഷ്ടങ്ങളുടെ കണക്ക് നിങ്ങളുണ്ട്, വേദനയുടെ കണക്കുകളുണ്ട്, പരാജയങ്ങളുടെ കണക്കുണ്ട്. അവിടെ കിടക്കാതെ ഈ ദൈവം നിന്റെ ജീവിതത്തെ വീണ്ടും പണിയാൻ പോകാം. ബൈബിൾ എടുക്കാൻ ദൈവത്തിൻ്റെ വലിയ കൃപ കാണാൻ, ദൈവ ചിന്തയാൽ ധാരാളമായി.